ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഓയിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാൻ കുറേ കറ്റാർ വാഴ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി ആയി വരുന്നത്ര. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് ചീരകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഇനി പിഴുതു മാറ്റണം. കുറേ തൈകൾ ഇങ്ങനെ ഓരോന്നിലും ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ട് നല്ല വൃത്തിക്കായിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. ഉണ്ടോ, നല്ല വലിയതായിട്ട്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം. അലോവേരേൻ്റെ ജെല്ല്, കറി ലീവ്സ്, പിന്നെ ചെമ്പരത്തി ഇല, പൂവ്, ഉലുവ. അപ്പോൾ ഈ 5 ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് പറിക്കാം. നല്ലതായത് 3. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില വരയ്ക്കും. ഇത് നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പോൾ വന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പുതിയ ഇലകൾ ഇങ്ങനെ തളിർത്ത് വന്നിട്ടുണ്ട്. കണ്ട, നിറച്ചും ഗ്രോ ബാഗ് നിറച്ചു. അപ്പോൾ ഇതിൽ മൂത്ത ഇല വേണം പറിക്കാൻ. നമുക്ക് ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ടുള്ള ഹെയർ ഓയിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ചെമ്പരത്തി ഇല, ചെമ്പരത്തിപ്പൂ. ചെമ്പരത്തിപ്പൂ ഞാൻ പൂ വിരിയുമ്പോൾ എടുത്തു വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക മൂടിയിരിക്കുന്നത് കേട്ടോ. കരിവേപ്പിലയും എടുത്തിട്ടുണ്ട്. കറ്റാർ വാഴ ഇത് നല്ല തണുപ്പല്ലേ, അപ്പോൾ നമുക്ക് ഇത്രയും എടുക്കണ്ട. ഞാൻ എത്ര എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂടെ തന്നെ ഉലുവയും കൂടി എടുത്തിട്ടുണ്ട്. ഉലുവയൊക്കെ നല്ലതാണ്, താരനൊക്കെ പോകാനൊക്കെ ഉലുവ നല്ലതാണ്. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അരച്ചിട്ട് മുടിക്കൊക്കെ തേക്കാറുണ്ട്. അതും നല്ലതാണ്. നല്ല തണുപ്പാണ് കേട്ടോ. ഇതൊക്കെ എല്ലാം തണുപ്പുള്ള ഐറ്റംസ് അല്ലേ. അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്യാൻ ഒരു 1-2 പനിക്കൂർക്കല നമുക്ക് എടുക്കാം. ഇതേപോലെ 2 ചെറുത്. എല്ലാ തലയ്ക്ക് ഭയങ്കര തണുപ്പ്, ഈ മൈഗ്രെയിനിന്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഓവർ ചൂടും ഓവർ തണുപ്പും പറ്റില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ തണുപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ 2 പനിക്കൂർക്കല എടുത്തിട്ടുണ്ട്. 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇത് ഓരോന്നും എങ്ങനെയാന്ന് എടുക്കേണ്ടതെന്നും കൂടി കാണിച്ചു തരാം. ആദ്യം നമുക്ക് കരിവേപ്പിലേനെ നമുക്ക് പൊടിച്ചു കൊണ്ടുവരാം. ഇത് നല്ലപോലെ പൗഡർ ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, ഇത് ഉണക്കിയിട്ട് ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഡയറക്റ്റ് ചേർക്കുമ്പം നമ്മൾക്ക് അതിന്റെ നീര് നല്ലപോലെ കിട്ടും. ഉണക്കിയിട്ടാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ അതിന്റെ നീരൊക്കെ വറ്റി ഡ്രൈ ആവുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഞാനിപ്പോ കുറച്ചേ ചെയ്യുന്നുള്ളൂ. 1 ലിറ്ററിന്റെ ഇതിനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാം കുറച്ച് എടുത്തിട്ടുള്ളത്. കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോ ഐറ്റംസിന്റെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി അതേ ജാറിലോട്ടേക്ക് തന്നെ ഈ പൂവ്, ചെമ്പരത്തി പൂവും പിന്നെ ഇലയും അതിൽ തന്നെ നമുക്ക് അരച്ചെടുക്കണം. ചെമ്പരത്തി പൂവും ഇലയും എല്ലാം കൂടി ഒന്നിച്ചിടാം. ചെമ്പരത്തി പൂവ്, ഇല ഇതൊക്കെ തണുപ്പാണല്ലോ. അപ്പൊ അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്യാനാണ് പനിക്കൂർക്കല എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചെറിയ ഉള്ളി നല്ലതാണ്, കാൽസ്യമാണ് മുടിക്ക്. അപ്പൊ ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു ഐറ്റംസ് കൂടി ചേർക്കാനുണ്ട്. കഞ്ഞിവെള്ളം എങ്ങനെയാ ചേർക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതാണ്. ഇത് കുറച്ച് കട്ടിയായി. എൻ്റെ പുളിച്ച കഞ്ഞിവെള്ളം ചേർക്കരുത്. കഞ്ഞിവെള്ളം ആയിട്ട് തണുത്തുണ്ടാവുമല്ലോ, അതിൽ നിന്ന് കുറച്ച് ഇതിലോട്ടേക്ക് മിക്സ് ചെയ്യാം. അതും കൂടി ബ്ലെൻഡ് ചെയ്തോട്ടെ. കണ്ട, അങ്ങനെ ഇതും ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി കറ്റാർ വാഴയെ നമുക്ക് വൃത്തിയാക്കണം. ഉലുവ ഇതേപോലെ തന്നെ നമുക്ക് എടുക്കാം. കറ്റാർ വാഴ ഇത്ര വേണ്ട. ഈ കറ നമ്മൾ കളയണം. കറ കളഞ്ഞിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ട് ഇതിൽ നിന്ന് ജെല്ലെടുത്തിട്ട് വേണം നമ്മൾ മിക്സിയിലോട്ടേക്ക് അടിക്കാൻ. ആദ്യം ഇതിന്റെ മേൽഭാഗം ഇങ്ങനെ കളയണം. ഇതിന്റെ ഒരു കറയുണ്ടാവും, അത് കളയണം. ഇതിന്റെ മുള്ളിങ്ങനെ ചെത്തിക്കളയാം. ഇപ്പൊ 2 സൈഡിലുള്ള മുള്ളും നമുക്ക് ചെത്തിക്കളയാം. ജെല്ലുണ്ടാക്കാൻ ഫേസ് ക്രീം, ഫേസ് മാസ്ക് എല്ലാം ഉണ്ടാക്കാം. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഇതുപോലെ ഓയിൽ ഉണ്ടാക്കിയിട്ട് ഹെയറിന് അപ്ലൈ ചെയ്യാം. എല്ലാത്തിനും നല്ല ഗുണമുള്ള സാധനമാണ് ഇത്. അങ്ങനെ അതും പോയി ഇങ്ങനെ എടുത്താൽ മതി. ഇതാക്കണ്ട, ജെല്ല് നല്ല ജെല്ല് വരുന്നുണ്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കാം.
ഇനി ഇത് നല്ലപോലെ നമുക്ക് വാഷ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ ഇത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെമ്പരത്തി അരച്ച് അതേ മിക്സിയുടെ ജാറിലോട്ടേക്ക് തന്നെ ഇതിട്ട് കൊടുക്കാം. അങ്ങനെ അലോവേര ജെല്ലും റെഡി ആയിട്ടുണ്ട്. കണ്ട, മുടി കൊഴിച്ചല്, താരൻ, പിന്നെ ഈ പെട്ടെന്ന് അകാല നര അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അവർക്കെല്ലാം ഇത് അടിപൊളിയാണ്. ഇനി ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക. ഇതിലോട്ടേക്ക് നമ്മൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് 1 ലിറ്റർ വെളിച്ചെണ്ണയിലാണ്. 1 ലിറ്റർ വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ച് ദിവസം നിൽക്കുമല്ലോ. അങ്ങനെ 1 ലിറ്ററിൻ്റെ ബോട്ടിലായിട്ട് ആദ്യം നമുക്ക് കറ്റാർവാഴ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പാകമൊക്കെ ഉണ്ട് കേട്ടോ. പാകത്തിനൊക്കെ നമ്മൾ വേണം എടുക്കാൻ. അടുത്തത് ചെമ്പരത്തിപ്പൂവും ഇലയും കൂടി ഇട്ടതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ, ഇനി നമ്മുടെ കരിവേപ്പില അതും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ആദ്യം കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, അടിയിൽ പിടിക്കരുത്. എല്ലാം നല്ലതാണ്, നമ്മളുടെ ഹെയറിന് നല്ല ഐറ്റംസ് ആണ് എല്ലാം ഞാൻ ചേർത്തിരിക്കുന്നത്. ഉലുവ, ചെറിയ ഉള്ളി, പിന്നെ കറ്റാർവാഴ, അലോവേരയുടെ ജെല്ല്, പിന്നെ കരിവേപ്പില. ഇനി ഇതിൽ മൈലാഞ്ചി ഇല, വേപ്പിൻ്റെ ഇല അങ്ങനെയൊക്കെ ചേർത്തിട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അരയ്ക്കാതെയും ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ഡയറക്റ്റ് ഇലകൾ ഇതിലോട്ടേക്ക് വെളിച്ചെണ്ണയിലോട്ടേക്ക് ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1 ഇയർ ആയി കാണും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ കൊടുത്തേക്കാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെക്കുക, പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇളക്കാൻ. ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങി ബാക്കിയുള്ളത് ഇങ്ങനെ അടിയിൽ വന്ന് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ നല്ല ചൂടായി വരുമ്പോൾ ഇതിൻ്റെ സത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. നല്ല ഓയിലാട്ടോ, ശരിക്കും പറയാലോ. ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു. കണ്ട, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കാന്ന് വിചാരിച്ചു. കണ്ട ഓയിലും അതും കൂടി ചേർന്ന് വന്നിട്ട് കണ്ട നല്ല പോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. ഇങ്ങനെ അടിയിൽ ഊറൽ പോലെ വരും. നേരം നമുക്ക് സ്റ്റൗ ഒന്ന് വാങ്ങാം. പാകത്തിന് വാങ്ങണം. കണ്ടോ, ഏകദേശം ഇങ്ങനെ അടിയിൽ വരാനായിട്ടുണ്ട്. ഇതാ കണ്ട. അപ്പൊ ഇതിന്റെ പാകമാകുമ്പോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബ്രൗൺ കളറായിട്ട് വരും. അന്നേരം നമ്മൾ സ്റ്റൗ ഒന്ന് എടുക്കും. അടിപൊളി. ഇത് ബ്രൗൺ കളറായിട്ട് കണ്ടോ. അപ്പൊ ഗൈസ്, എൻ്റെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടുണ്ടായിരുന്നു, ഇപ്പോൾ തണുത്ത്. ഇനി നമുക്കൊരു ബോട്ടിലോട്ടേക്ക് ഒഴിച്ചു വയ്ക്കാം. നനവില്ലാത്ത പാത്രം വേണം എടുക്കാം. അടിപൊളി. ഇതിങ്ങനെ കണ്ട, ഇതിന്റെ കളറ് തന്നെ കണ്ട. കറ്റാർവാഴയുടെ സ്കിന്നും കൂടി ചേർത്തിട്ടാണ് ചെയ്യുകയാണെങ്കിൽ ഇന്നും നല്ല ഗ്രീൻ കളറായിട്ട് വന്നേനെ. നല്ല കളർ. ഞാൻ 1 ലിറ്റർ എണ്ണയ്ക്കാണ് ആക്കിയത്. പക്ഷെ ഇത്രേ വന്നിട്ടുള്ളൂ. അപ്പോൾ 1 ലിറ്ററിന് കുറച്ചും കൂടി അധികം എടുത്താൽ നമുക്ക് ചിലപ്പോൾ ഇത് ഫുള്ളായിട്ട് കിട്ടും. അടിപൊളി. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടല്ലേ ഇത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇപ്പോൾ മുടി കൊഴിച്ചലും ഒക്കെ ആണല്ലോ. മുടി കൊഴിച്ചൽ, താരനും ഒക്കെ നല്ലതാണ്, ഏറ്റവും ബെസ്റ്റാണ്. അപ്പൊ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോയുമായി കാണാം. ബൈ.